13 പശുക്കളെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇപ്പോൾ തൊടുപുഴയിലെ കർഷകർ. നാടിനാകെ മാത്യുവിനെയും ജോർജിനെയും മാത്യുവിനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹ കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ലഭിച്ച സഹായങ്ങൾക്ക് കുടുംബം നന്ദി പറഞ്ഞു. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു വളർന്ന് വലുതായി പെട്ടെന്ന് എല്ലാം പോയത് ഞങ്ങൾക്കൊരു സഹിക്കാനാവാത്ത നഷ്ടം ആണ്. മന്ത്രിയുടെ വാക്കുകൾ തീർച്ചയായിട്ടും നല്ലൊരു സഹായകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. വെളിയാമറ്റത്താണ് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വിഷ്ണു സുരേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷത്തിലാണ് വെളിയാമറ്റത്തെ ഈ കുട്ടി കർഷകർ ഉള്ളത്. കാരണം കേരളം ഒന്നാകെ അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടത്. 13 പശുക്കളാണ് ഇവർക്ക് നഷ്ടമായതെങ്കിൽ ഏകദേശം 20-ലധികം പശുക്കളെ ഇതിനോടകം തന്നെ സുമനസുകൾ ഇവർക്ക് നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായവും ഇന്നലെ ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. PJ ജോസഫിന്റെ ഫാമിൽ നിന്നൊരു പശുവിനെ അദ്ദേഹം സ്വന്തമായി ഒരു പശുവിനെ ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. കൂടുതൽ പശുക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. മാത്യുവും ജോർജും എല്ലാം അവരുടെ ആ ആഘാതത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്തോഷമായോ? ഇപ്പൊ എങ്ങനെയാണ്? ഓക്കെ ആണോ? ഓക്കെയാണ്, സന്തോഷമായി. ആരൊക്കെയാണ് കൂടുതൽ പശുക്കളെയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ചിഞ്ചുറാണി മാഡം 5 എണ്ണത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ വരും എന്നറിഞ്ഞത്. പിന്നെ അതല്ലാതെ കുറേ പേര് തരാമെന്നും പറഞ്ഞു. ഈ കൂടുതൽ പശുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ തൊഴുത്തൊക്കെ ഒന്ന് വിപുലീകരിക്കേണ്ടി വരും അല്ലേ? വലുതാക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ? വലിയ തൊഴുത്ത് കുറച്ചും കൂടെ നീട്ടണം. പിന്നെ നല്ല കറവയുള്ള പശുക്കൾ വരുന്നതുകൊണ്ട് അതിന് തണുപ്പ് ആവശ്യമായ ഫാനെല്ലാം ഫിറ്റ് ചെയ്യണം. ഈ ആളുകളുടേക്ക് ഇത്തരത്തിലൊരു പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? മാത്യു വന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ആയതിനു ശേഷം ഇങ്ങനെ എല്ലാവരും സഹായിക്കുമെന്നൊക്കെ കരുതിയിരുന്നു? അപ്പോൾ ഒട്ടും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ സഹായിക്കുമെന്നൊന്നും. ഈ അമ്മയും സഹോദരനും ഒക്കെ എന്ത് പറയുന്നു? അവരൊക്കെ നിലവിൽ പഴയ പോലെയൊക്കെ ആയോ? തീർച്ചയായും അവര് പഴയ ഇതിലേക്ക് വന്നു. മാത്യുവിന്റെ ഒരു ആഗ്രഹം എന്താണെന്നൊന്ന് പറയാമോ? മാത്യുവിന് ഇതല്ല, ഈ പശുവിന് അപ്പുറത്തേക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടീച്ചർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത്. എന്താണ് മാത്യുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? മൃഗ ഡോക്ടർ ആകുക എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ചേട്ടന്റെയും അനിയത്തിയുടെയും ഒക്കെ ഒരു ആഗ്രഹമൊക്കെ എന്തൊക്കെയാണ്? അത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവരെങ്ങനെയാ ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ടല്ലേ? മൊത്തത്തിൽ സന്തോഷം. സന്തോഷമായി. ഈ നമ്മൾ അന്ന് പരിക്കേറ്റ ഈ പശുക്കൾ ഉണ്ടായിരുന്നല്ലോ, 5 പശുക്കൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അവർ നോർമലായോ? 2 പേർക്ക് ഇപ്പൊ കുഴപ്പമുണ്ട്. ബാക്കി 3 പേര് വലിയ സന്തോഷത്തിലാണ് മാത്യുവും ജോർജും ഉള്ളത്. കാരണം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ജീവിത വരുമാന മാർഗമാണ് പെട്ടെന്ന് ഒരു ദിവസം നിലച്ചു പോയത്. അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരും പൊതുസമൂഹവും വിവിധ മേഖലയിലുള്ള ആളുകളും ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഫാമുകളിലേക്ക് കൂടുതൽ പശുക്കൾ വരും ദിവസങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളത് ഒരു സന്തോഷത്തിന്റെ അടയാളമാണ്. ഒരുപക്ഷെ കേരളത്തിന് തന്നെ ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം ഈ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൽ. അത്രയും മാതൃകാപരമായിരുന്നു എല്ലാവരുടെയും ഇടപെടൽ എന്ന് ഉറപ്പിച്ച് പറയാനാകും. മാത്യു പറഞ്ഞതുപോലെ മാത്യുവിനൊരു വെറ്റിനറി ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്ക് കൂടി മാത്യു എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ഭാരം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടി കർഷകനാണ്. പൊതുവെ പുതുതലമുറയെല്ലാം കൃഷി മേഖലയോട് അല്ലെങ്കിൽ കാർഷിക മേഖലയോട് മുഖം തിരിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് മാത്യുവും ജോർജും എല്ലാം വ്യത്യസ്തം ആകുന്നത്. അങ്ങനെ അവര് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.